20 ആഴ്ചയ്ക്ക് ശേഷമുള്ള പ്രഗ്നൻസിയിൽ, എസ്പെഷ്യലി ലേറ്റ് പ്രഗ്നൻസിയിൽ നേരെ കിടക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു മദർ നേരെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ സുപ്പൈൻ പൊസിഷനിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് പൊസിഷനിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് BP ഡ്രോപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ പറഞ്ഞ സംഭവത്തിനൊരു പേരുണ്ട്. അതിന് പറയുന്ന പേര് സുപ്പൈൻ ഹൈപ്പോടെൻഷൻ സിൻഡ്രോം അല്ലെങ്കിൽ അയോട്ടക്കോവൽ കംപ്രഷൻ സിൻഡ്രോം എന്നും പറയും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ലോജിക്ക് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുണ്ടാകുന്നത് എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ലേറ്റ് പ്രഗ്നൻസിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഓക്കെ, എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരുന്ന യൂട്രസ്, ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗ്രാവിഡ് ആയിട്ടുള്ള യൂട്രസ് മെയിൻ ചില ബ്ലഡ് വെസൽസിലോട്ട് കംപ്രഷൻ കൊടുക്കും നേരെ കിടക്കുന്ന സമയത്ത്. അതാണ് മനസ്സിലാക്കേണ്ട പോയിന്റ്. ഓക്കെ, മെയിനായിട്ട് ഇൻഫീരിയർ വീന കോവയിലോട്ട്, ചില സമയത്ത് അയോട്ടയിലോട്ടും ആകാം. അപ്പം ഈ ഇൻഫീരിയർ വീന കോവയാണ് നമുക്കറിയാം ഒരു മെയിൻ ബ്ലഡ് വെസൽ അല്ലേ, വെയിനാണത് തിരിച്ച് ഹാർട്ടിലോട്ട് ബ്ലഡ് എത്തിക്കുന്നത്. വീനസ് റിട്ടേണിൻ്റെ പ്രധാന ഒരു കാരണക്കാരനാണ് ഇൻഫീരിയർ വീനക്കോവ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ വീനക്കോവയിലോട്ട് കംപ്രഷൻ വരുമ്പോഴത്തേക്ക് വീനസ് റിട്ടേൺ കോംപ്രമൈസ് ചെയ്യപ്പെടാം. എന്ന് വെച്ചാൽ ഹാർട്ടിലോട്ട് എത്തുന്ന ബ്ലഡ് കുറയാം. അപ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡും കുറയും, കാർഡിയക് ഔട്ട്പുട്ട് ഡ്രോപ്പ് ആവും. അപ്പോൾ BP കുറയാനുള്ള സാധ്യത ഉണ്ടാവും. മനസ്സിലായോ? ഈ ഒരു അവസ്ഥയ്ക്കാണ് സുപ്പൈൻ ഹൈപ്പോടെൻഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഇത് പ്രധാനമായിട്ട് ഓക്കെ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിൽ പോളിഹൈഡ്രോമിയാസ് ഉള്ള പേഷ്യൻ്റ്, ഫ്ലൂയിഡ് കൂടുന്ന അവസ്ഥ, ലാർജ് ഫീറ്റസ്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൂടെ മനസ്സിലാക്കുക. എന്തായിരിക്കും ഇവർ കാണിക്കുന്ന സിംറ്റംസ് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക ഇല്ലേ, ഹാർട്ടിൻ്റെ ഔട്ട്പുട്ട് കുറയുമ്പോൾ അല്ലെങ്കിൽ കാർഡിയക് ഔട്ട്പുട്ട് കുറയുമ്പോഴത്തേക്ക് BP കുറയും. ഹൈപ്പോടെൻഷൻ മെയിൻ തന്നെ. ഹാർട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കും, ടാക്കികാർഡിയ ഉണ്ടാവും. അതുകൂടാതെ ഫെയിൻറ്റ്നെസ്, ഓക്കെ, അതിന് മുമ്പ് ഡിസിനെസ് പറയണം അല്ലേ, തലച്ചുറ്റിലൊക്കെ ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ സിങ്കോപ്പ് അല്ലെങ്കിൽ ഫെയിൽനെസ്, ബോധക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ നോസിയ, സ്വെറ്റിംഗ് പോലുള്ള സിംറ്റംസ് ഇവർ കാണിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോയിൻറ്റ്, അമ്മയുടെ കാർഡിയക് ഔട്ട്പുട്ട് കുറയുമ്പം അമ്മയുടെ ബ്ലഡ് വെസൽസ് ആണ് എന്തിലോട്ട് കൊടുക്കുന്നത്, കുഞ്ഞിന് വേണ്ടിയിട്ട് പ്ലാസെൻറ്റയിലോട്ട് ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂട്രോ പ്ലാസെൻറ്റൽ ബ്ലഡ് സപ്ലൈ അല്ലേ, അത് കോംപ്രമൈസ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ പ്ലാസെൻറ്റയിലോട്ട് കൃത്യമായിട്ട് ബ്ലഡ് കിട്ടാതെ വരുമ്പോൾ ഫീറ്റൽ ഡിസ്ട്രസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക. ഇനി ഇവിടെ കൊടുക്കുന്ന ഇൻ്റർവെൻഷൻ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫോക്കസ്. കൂടുതൽ എക്സാംസിന് ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സുപ്പൈൻ ഹൈപ്പോടെൻഷൻ സിൻഡ്രോം ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ നേരെ കിടക്കുന്ന സമയത്ത് BP ഡ്രോപ്പ് ആയാൽ എന്ത് ഇൻ്റർവെൻഷനാണ് പ്രിയോറിറ്റി? അവരെ ചരിച്ച് കിടത്തുക എന്നുള്ളതാണ്. ആ കിടപ്പിലാണ് കംപ്രഷൻ ഉണ്ടായിട്ട് BP കുറയുന്നത് അല്ലേ. അപ്പം ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ പ്രിഫറബിളി കൊടുക്കുക. ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓക്സിജൻ കൊടുക്കുക, വൈറ്റൽ സൈൻസും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റും ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്.